ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി കൊഴക്കട്ടയാണ്. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ആദ്യം തന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാലാണ് നമുക്ക് ആവശ്യം. അത് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് നമ്മുടെ മിനി കൊഴക്കട്ട. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മാവ് കുഴയ്ക്കലാണ്. ഒരു ബൗൾ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് മാവാണ്. നമുക്ക് അരിപ്പൊടിക്കും ഇത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുറി തേങ്ങയാണ്. തേങ്ങ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. അതിനകത്ത് ഞാൻ ഉപ്പിട്ടിരുന്നു. നമുക്ക് ഇതിനകത്ത് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അതിൽ ചൂടാക്കിയ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് പരുവത്തിനനുസരിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ കുഴയ്ക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ബൗൾസാക്കി മാറ്റാം. അങ്ങനെ ഞാൻ എല്ലാം ബൗൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് തേങ്ങാപ്പാലിലേക്കും ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര സ്പൂണ് മധുരമാണ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇഡ്ഡലിക്കുട്ടൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വാഴയില വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ ബോൾസ് അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 10-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അത് ഇപ്പോൾ നമ്മൾ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൗൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം വെന്ത് വന്നോ എന്നൊക്കെ. നമുക്കൊരു ബൗൾസിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ നെയ്യാണ്. നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നെയ്യ് അല്ലാതെ നമുക്ക് നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മിനി കൊഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ്